ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും പ്രിയപ്പെട്ട സൈമൺ അച്ഛൻ, സ്നേഹമുള്ള ഇടവാംഗങ്ങളെ, എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ വർഷത്തെ ഇടവക കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിന് ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. അത് എന്നെ ക്ഷണിച്ച പ്രിയ സൈമൺ അച്ഛനോടും ഇടവകയുടെ ചുമതലക്കാരോടും എനിക്കേറെ നന്ദിയും സ്നേഹവും കടപ്പാടും. പ്രിയ സൈമൺ അച്ഛനെ ദീർഘവർഷങ്ങളായി എനിക്ക് പരിചയമുണ്ട്. ഞങ്ങൾ അടുത്ത സ്നേഹിതരും സുഹൃത്തുക്കളും ഒക്കെയാണ്. വളരെ കാലത്തിന് ശേഷമാണ് പ്രിയ സൈമൺ അച്ഛനോട് ഒരുമിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മ ലഭിച്ചത്. അത് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. എങ്കിലും അത് സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട്. അമേരിക്കയിൽ വന്നതിന് ശേഷം അച്ഛനിൽ പ്രകടമായ ധാരാളം മാറ്റങ്ങൾ കാണുന്നുണ്ട്. അച്ഛൻ കുറച്ചുകൂടി ഒരു പരിഷ്കാരിയായി മുമ്പേ ഇങ്ങനെ ഒരു രൂപത്തിലും ഭാവത്തിലും ഒക്കെ കാണുന്നുണ്ട്. അതൊരു വലിയ സന്തോഷമുണ്ട്. ഏതായാലും നേരത്തേക്കാൾ അച്ഛൻ കൂടുതൽ സുന്ദരനായിരിക്കും. ഈ പുതിയ ഹെയർ സ്റ്റൈലിൽ വരുന്നതും ഞാൻ പ്രത്യേകം അച്ഛനെ അഭിനന്ദിക്കുന്നു. ഇത് എനിക്ക് മുടി വളർത്തണമെന്നുള്ളൂ, പക്ഷെ വളരാത്തതുകൊണ്ടാണ് ഞാൻ വളർത്താത്തത്. താടിയുടെ കാര്യം ചോദിക്കരുത്, ഞാൻ മുടിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. നിങ്ങളുടെ ഇടവകയിൽ എനിക്ക് അധികം പേരെ പരിചയമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ എല്ലാവരും മാസ്ക് വെച്ചിരിക്കുമ്പോൾ പരിചയമുള്ളവരെ പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. പിന്നെ ഒരു ഊഹമാണ്. എനിക്ക് ബൈജു എൻ്റെ ഒരു അടുത്ത സഹോദരനാണ്, സ്നേഹിതനാണ്. പ്രിയ ബൈജുവിന്റെ സഹോദരൻ ബ്ലൈസ് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുമിച്ച് സെമിനാരിയിൽ പഠിച്ചവരാണ്. ഞാൻ ഒരു മുറിയിൽ താമസിച്ചവരാണ്. അന്ന് മുതൽ 1995 മുതൽ 25 വർഷത്തെ പരിചയമാണ് പ്രിയപ്പെട്ട ബൈജുവുമായിട്ട്. ബൈജുവിന്റെ സ്നേഹത്തെയൊക്കെ ഓർക്കുന്നു. ഏറ്റവും അവസാനം ബൈജുവിനെ കണ്ടത് ബൈജുവിന്റെ പിതാവിന്റെ ശവസംസ്കാര സമയത്താണ്. അങ്ങനെ പിന്നെ മറ്റുള്ളവരെയൊക്കെ പരിചയമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി എപ്പോഴെങ്കിലും നേരിൽ കാണുമ്പോൾ പറയാം. എന്തായാലും ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ പ്രത്യേക നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. കൂടുതൽ മുഖവരകളില്ലാതെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. 8 മണിക്ക് നമ്മുടെ പുതിയ മെത്രാപ്പൊലീത്ത കത്തീഡ്രലിന്റെ ഇൻസുലേറ്റ് സർവീസ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് കാണാനും ഒക്കെ താല്പര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയം ഞാൻ ആമുഖത്തിലായിട്ട് എടുക്കുന്നില്ല. നമ്മുടെ ഒരുമിച്ചുള്ള വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 16. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥരായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. In the same way, let your light shine before others, so that they may see your good works and give glory to your Father who is in heaven. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, നല്ല ദൈവം, നിന്റെ വചനം ധ്യാനിപ്പാൻ, അത് വായിക്കുവാൻ, അതനുസരിപ്പാൻ, അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഈ സന്ധ്യയിൽ ഞങ്ങൾ നിന്റെ പാദങ്ങളിൽ അടുത്തു വരും. പ്രിയ കർത്താവേ, ഈ ഇടവകയെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയ സൈമൺ അച്ഛനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന്റെ ശ്രേഷ്ഠമായ നേതൃത്വത്തിനായി, മാതൃകാപരമായ സൗഹൃദത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇടവകയ്ക്ക് നല്ല നേതൃത്വം നൽകുവാൻ നിന്റെ മകനെ നീ സഹായിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ചിത്രപച്ചമയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഇടവകയിലെ ചുമതലക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുക. കർത്താവേ, നിന്റെ കൃപയും ഞങ്ങളെല്ലാവരെയും
ഈ മഹാമാരിയുടെ കാലത്ത് സൂക്ഷിക്കുന്നതോടൊപ്പം ഇന്നത്തെ വചനം, അതിന്റെ ധ്യാനം, അതിന്റെ വായന, അതിന്റെ ശ്രദ്ധ, അനുസരണം ഞങ്ങൾക്കെല്ലാം അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണം. വചനത്തിലേക്കും വചനത്തിലൂടെ ഞങ്ങളുടെ മുഖത്തേക്കും ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോട് കേൾക്കണമേ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് നമ്മൾ കൊടുക്കുന്ന തലക്കെട്ട് വിറ്റ്നസിംഗ് ക്രൈസ്റ്റ് ത്രൂ ഗുഡ് വർക്ക്സ്. യേശു ക്രിസ്തുവിനെ നല്ല പ്രവർത്തികളിലൂടെ സാക്ഷിക്കും. കർത്താവിനെ സാക്ഷിക്കാൻ പല മാർഗങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നല്ല പ്രവൃത്തി, ഗുഡ് വർക്ക്സ് ഓർ ഗുഡ് ഡീഡ്സ്. എന്നാൽ ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നം, ഈ നല്ല പ്രവൃത്തി എന്ന വാക്ക് അല്പം ഡിസെപ്റ്റീവാണ്. ഡിസെപ്റ്റീവാണ് എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്, ഈ നല്ല എന്ന വാക്ക് ഗുഡ്, അതായത് ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് നല്ല. അതിനെ നമ്മൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ നല്ല പ്രവൃത്തി. പ്രവൃത്തി എന്നത് ഒരു വേർബാണ്, ഒരു ക്രിയാപദം. അതിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് നല്ലത്. അപ്പോൾ നല്ല പ്രവൃത്തി. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, ഈ നല്ല പ്രവൃത്തി എന്നത് എന്താണ്? Who decides what is good and what defines what is good? ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ ആദ്യം ഒന്ന് പറയാം. അത് പറയുമ്പോൾ നമ്മൾ ഈ നല്ല പ്രവൃത്തി എന്നത് കൊണ്ട് ധരിച്ചു വച്ചിരിക്കുന്നത് എന്നും മാത്രം കോംപ്ലിക്കേറ്റഡ് ആണ്. ആ വാക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്, ബട്ട് ഇറ്റ് ഈസ് വെരി പ്രൊഫൗണ്ട് ആൻഡ് വെരി കോംപ്ലിക്കേറ്റഡ്. ഇപ്പൊ നിങ്ങളെല്ലാവരും ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞതിന്റെ ക്ഷീണത്തിലാണ്. നിങ്ങളുടെ ക്ഷീണം കണ്ടാൽ ട്രംപിന് പോലും ഇത്രയും ക്ഷീണം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അതിന്റെ ചർച്ചകൾ, അതിന്റെ ആവേശം, അതിന്റെ ഒരു ക്ഷീണത്തിലൊക്കെയാണ്. ഈ നിങ്ങളുടെ ഡൊണാൾഡ് ട്രംപിനോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരോട് ചോദിക്കുകയാണ്, ഇലക്ഷന്റെ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ എന്താണ് അഭിപ്രായം ചോദിച്ചാൽ അവർ പറയും, ദിസ് ഇസ് എ വെരി ബാഡ് റിസൾട്ട്, ദിസ് ഇസ് ബാഡ് ഫോർ ദ കൺട്രി. അപ്പൊ നിങ്ങൾ ആരെങ്കിലും റിപ്പബ്ലിക്കൻസ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് വിഷൻ നെക്സ്റ്റ് ടൈം. എന്നാൽ നിങ്ങൾ ഇനി ഡെമോക്രാറ്റ്സിനോട് ചോദിക്കാം, what do you say about the election outcome, the election results? അവർ പറയും, this is definitely good for the country. അപ്പോൾ ഒരു റിസൾട്ട്, ഏതായാലും റിസൾട്ട് ഒന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഫലത്തെ കുറിച്ച്, ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് റിപ്പബ്ലിക്കൻസ് പറയും ദിസ് ഇസ് ബാഡ് ഫോർ ദ കൺട്രി, എന്നാൽ ഡെമോക്രാറ്റ്സ് പറയും ദിസ് ഇസ് ഗുഡ് ഫോർ ദ കൺട്രി. അപ്പോൾ ഒറ്റ റിസൾട്ടാണ്. ഈ റിസൾട്ടിനെ കുറിച്ച് ഹൗ ക്യാൻ യു ഹാവ് കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയൻസ് അബൌട്ട് വൺ സിംഗിൾ റിസൾട്ട്, വൺ സിംഗിൾ ഫിനോമിനൻ? ഒരാൾ പറയുന്നു ഇത് ബാഡാണ്, ഒരാൾ പറയുന്നു ഇത് ഗുഡാണ്, ഒരാൾ പറയുന്നു ഇത് രാജ്യത്തിന് നല്ലതല്ല, വേറൊരാൾ പറയുന്നത് രാജ്യത്തിന് നല്ലതാണ്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ഗുഡ്? സെപ്റ്റംബർ 9/11 അല്ലെങ്കിൽ 9/11 അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം, അമേരിക്ക ഉള്ളിടത്തോളം കാലം മറക്കാനൊക്കാത്ത വളരെ ട്രാജിക് ആയ ഒരു സംഭവമാണ്. അന്നാണ് 4 കോൺസെർട്ടഡ് എഫേർട്ട്, ടെററിസ്റ്റ് അറ്റാക്ക്, പെന്റഗണിന്റെയും അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് സെന്ററിന്റെയും ഒക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തിയ ആക്രമണം. ഇത് നടത്തിയ അൽഖ്വയ്ദക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും അതൊരു നല്ല പ്രവൃത്തിയാണ്. കാരണം അമേരിക്കക്കാരെ ഒരു നല്ല പാഠം പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല പാഠം. എന്നാൽ അവിടെ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങളോട് ചോദിച്ചാൽ അവർ പറയും ഇതൊരു വളരെ ഹീനസായ ഒരു പ്രവൃത്തിയാണ്, വളരെ നീചമായ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഒരു പ്രവൃത്തിയെ കുറിച്ച്
ട്രംപിന്റെ ഇലക്ഷൻ പരാജയം അല്ലെങ്കിൽ ജോ ബൈഡന്റെ ഇലക്ഷൻ പരാജയം, കമല ഹാരിസ് ജയിച്ചത് നല്ല പ്രവൃത്തിയാണെന്ന് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ളവർ പറയും. കാരണം ഒരു ഇന്ത്യൻ ഒറിജിനാണ്. ജമൈക്കക്കാരും ഒരു പക്ഷത്തിൽ അങ്ങനെ പറയും. എന്നാൽ അതുപോലെ ഇന്ത്യയിൽ വേറെ ഒരു ഇറ്റാലിയൻ വംശജ വല്ലോ ഇന്ത്യയുടെ ഒരു ചുമതല സ്ഥാനത്ത് വരട്ടെന്ന് പറഞ്ഞാൽ പറയാം അത് വേണ്ട, അതൊക്കെ ആവേ എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ നല്ല കാര്യം, നല്ല പ്രവൃത്തി എന്ന്? വാട്ട് ഈസ് ഗുഡ്? ഇവിടെ നമ്മൾ പറയുന്നത് യേശു ക്രിസ്തുവിനെ സാക്ഷിക്കേണ്ടത് വിറ്റ്നസിംഗ് ക്രൈസ്റ്റ് ത്രൂ ഗുഡ് ഡീഡ്സ്. But the question is, what is good and who defines good? അമേരിക്കയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ടു പേരാണ് ഏബ്രഹാം ലിങ്കൺ ആൻഡ് മാർട്ടിൻ ലൂതർ. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ അമേരിക്കയുടെ എല്ലാ നന്മകളും അതിന്റെ എല്ലാ അന്തസ്സും രണ്ടു പേർക്ക് അർഹതപ്പെട്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് ഏബ്രഹാം ലിങ്കൺ, രണ്ട് മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയർ. ഏബ്രഹാം ലിങ്കണിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഏബ്രഹാം ലിങ്കൺ ആണ് സ്ലേവറി നിലനിർത്തിയത്. അപ്പൊ ഒരു നല്ല പ്രവൃത്തിയാണ്. കാരണം അടിമ കച്ചവടം, മനുഷ്യനെ ചന്തയിൽ കൊണ്ടുപോയി അടിമയാക്കി വിൽക്കുന്നത് ഒരു മോശ പ്രവൃത്തിയാണ്. അത് നിർത്തി. നല്ല പ്രവൃത്തിയാണ്. അതൊരു നല്ല പ്രവൃത്തിയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തെ എന്തിനാണ് അമേരിക്കക്കാർ കൊന്നത്? So on the one hand you say what Abraham Lincoln did was good. Then how come a group of people decided to finish him off? അപ്പൊ ഏബ്രഹാം ലിങ്കൺ അടിമത്വം നിർത്തിയത് നല്ല കാര്യമാണെന്ന് നമ്മൾ പറയുകയും അതേ നല്ല കാര്യം ചെയ്തതിന്റെ പേരിൽ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്യുകയാണ്. So what is good? മാർട്ടിൻ ലൂതർ കിംഗ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഐ ഹാവ് എ ഡ്രീം എന്ന പ്രസംഗം അദ്ദേഹം നടത്തി. ആ തിരിച്ചുള്ള യാത്രയിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. കറുത്ത വർഗക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടിയാണ് മാർട്ടിൻ ലൂതർ. അതൊരു നല്ല കാര്യമാണ്. പിന്നെ എന്തിനാ അദ്ദേഹത്തെ കൊന്നേ? അപ്പോൾ എന്താണ് നല്ല പ്രവൃത്തി? ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോ ഗാന്ധിജിയെ നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് പറയും. പിന്നെന്തിനാ ഗാന്ധിജിയെ കൊന്നത്? ഗ്രഹാം സ്റ്റെയിൻസ് ഇന്ത്യ കണ്ട ഒരു വലിയ മിഷണറിയാണ്. പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ ജീവനോടെ ചുട്ടുകൊന്നത്? അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഒരാൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യം വേറൊരാൾക്ക് നല്ലതെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ
not as simple as we think. കാരണം good എന്ന് പറയുന്ന വാക്ക് ഇറ്റ്സ് വെരി വെരി റിലേറ്റീവ്. നിങ്ങൾ നാട്ടിൽ വന്ന് ഒരു നല്ല വീട് വെച്ചെന്ന് വിചാരിക്കുക, നിങ്ങൾക്കതൊരു നല്ല പ്രവൃത്തിയാണ്. നാട്ടുകാർ ചോദിക്കും ഇതൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായ ചോദ്യം, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? അത് നല്ലതാണോ മോശമാണോ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിന്റെ അടിസ്ഥാനം എന്താണ്? യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നല്ല പ്രവൃത്തി എന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങൾ യേശുവിന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ യേശു ചെയ്തത് പലതും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയാണോ നല്ല പ്രവൃത്തി? ഞാൻ ഒരു കാര്യം പള്ളിയിൽ ചെയ്യുന്നു, അത് പള്ളിയിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് അതൊരു നല്ല പ്രവൃത്തിയാകും. അല്ലെങ്കിൽ അത് പള്ളിയിലുള്ള ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ട് അതൊരു മോശം പ്രവൃത്തിയാകും. പലപ്പോഴും ഒരു പ്രവൃത്തി നല്ലതാണോ മോശമാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് what does the majority say? majority ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നല്ലതാണ്. ഇനി അതാണ് മാനദണ്ഡമെങ്കിൽ യേശുക്രിസ്തുവിന്റെ വിസ്താര വേളയിൽ യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് ബറബ്ബാസിനെ. ആ വിസ്താരം നടക്കുന്ന സമയത്ത് ന്യായാധിപൻ ചോദിക്കുന്നുണ്ട്, യു ഹാവ് ടു ഓപ്ഷൻ, ഹൂ ഡു യു വാണ്ട്, ജീസസ് ഓർ ബറബ്ബാസ്? പീപ്പിൾ ഓപ്റ്റഡ് ദ ലാറ്റർ. ആളുകൾക്ക് ബറബ്ബാസിനെ. അപ്പോൾ അന്ന് ആ കൊട്ടാരത്തിൽ, അന്ന് ആ അരമനയിൽ ഉണ്ടായിരുന്നതിൽ majority, some majority was favoring Barabbas, and only a handful of people were supporting Jesus, but they were quite silent. അപ്പോൾ ബറബ്ബാസ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇലക്ഷൻ മാൻഡേറ്റ് വെച്ച് നോക്കിയാൽ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി വെച്ച് നോക്കിയാൽ ബറബ്ബാസിനാണ് മെജോറിറ്റി. അപ്പോൾ if majority is right all the time, ഇംഗ്ലീഷിൽ ഒരു വാചകമുണ്ട്, what is popular is not always right and what is right is not always popular. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് ഒരു കാര്യം ശരിയാവത്തില്ല, അല്ലെങ്കിൽ ആർക്കും ഇഷ്ടമല്ല എന്നതുകൊണ്ട് ഒരു കാര്യം തെറ്റാവണം നിർബന്ധമില്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ വേളയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് ബറബ്ബാസിനെയാണ്. അങ്ങനെയാണെങ്കിൽ ബറബ്ബാസ് ചെയ്ത പ്രവൃത്തികളെല്ലാം നല്ല പ്രവൃത്തിയാണ്. യേശുക്രിസ്തുവിനെ വളരെ കുറച്ചു പേരെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം യേശു ചെയ്തത് തെറ്റാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ശരിയും തെറ്റും തീരുമാനിക്കുന്നത് മജോറിറ്റിയുടെയും മൈനോറിറ്റിയുടെയും അടിസ്ഥാനത്തിൽ. If the majority supports your view, then you are right. If the minority, if only the minority is favoring your argument, then you are wrong. So then my question is, if you subscribe to the same logic, then you will have to say Barabbas was right, not Jesus. അപ്പോൾ ചോദ്യം, നല്ല പ്രവൃത്തി എന്നത് എന്താണ്? ആർക്കിഷ്ടപ്പെടുമ്പോഴാണ് ഒരു പ്രവൃത്തി നല്ലതാകും?
ബോറായിരുന്നു. കാരണം യേശുവിന്റെ പ്രസംഗം ഒരുവിധപ്പെട്ടവർക്കൊന്നും ഇഷ്ടമല്ല. സോ വാട്ട് ഈസ് റൈറ്റ്? എന്താണ് നല്ല പ്രവൃത്തി? നമുക്ക് യേശുവിന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളിലേക്ക് നോക്കാം. യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത്, നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്ത് കർത്താവിനെ സാക്ഷിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തും. വിറ്റ്നസ് ഗോഡ് ടു ഡൂയിങ് ഗുഡ് വർക്ക്സ്. എന്നാൽ യേശുവിന്റെ ജീവിതത്തിലാണല്ലോ നമ്മൾ നല്ല പ്രവർത്തികൾ കാണുന്നത്. ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. യേശു ക്രിസ്തു ദേവാലയത്തെ ശുദ്ധീകരിക്കും. അതൊരു നല്ല പ്രവൃത്തിയാണോ മോശം പ്രവൃത്തിയാണോ? നമ്മളെല്ലാം പറയും നല്ല പ്രവൃത്തിയാണ്. കാരണം അത് നമ്മുടെ പള്ളി അല്ലല്ലോ. ഈ ദേവാലയം ശുദ്ധീകരിച്ചത് ഒരു നല്ല പ്രവൃത്തിയായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് അത് യഹൂദന്മാർക്ക് ഇഷ്ടപ്പെടാറുള്ളത്? യഹൂദന്മാർക്കെന്നല്ല, അന്ന് പള്ളിയിലുണ്ടായിരുന്ന ആർക്കും യേശുവിന്റെ പ്രവൃത്തി ഇഷ്ടപ്പെട്ട് കാണില്ല. അപ്പോൾ പള്ളിയിലുള്ള ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയെ നമ്മൾ എങ്ങനെയാണ് നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്? യേശു ക്രിസ്തു ഞായറാഴ്ച ദേവാലയം ശുദ്ധീകരിക്കും, അടുത്ത വെള്ളിയാഴ്ച യേശുവിനെ കുരിശിൽ കയറ്റും. നമ്മൾ പറയുന്നു ടെമ്പിൾ ക്ലെൻസിംഗ് വാസ് എ ഗുഡ് വർക്ക്, നല്ല പ്രവൃത്തിയാണ്. പക്ഷെ യഹൂദന്മാർ പറയുന്നു അത് മോശം പ്രവൃത്തിയാണ്. യേശു ക്രിസ്തു ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിലിരിക്കുമ്പോ ഒരു സ്ത്രീ അവരോട് വന്ന് ഒരു വലിയ അലബാസ്റ്റർ ജാർ, ഒരു വെങ്കൽ ഭരണി കൊണ്ടുവന്ന് പൊട്ടിച്ച് യേശുവിന്റെ ദേഹത്ത് പുരട്ടും. അവിടെ കൂടി വന്നവർക്ക് പലർക്കും ആ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല. അതിന് രണ്ട് കാരണമാണ്. ഒന്ന്, ഇത് വളരെ എക്സ്പെൻസീവ് ആയ ഒരു തരം പെർഫ്യൂമാണ്. ഇത് എന്തിനാണ് വേസ്റ്റ് ആകുന്നത്? അപ്പോൾ അവിടെ കൂടി വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീ ചെയ്തത് ഒരു എക്സ്ട്രാവാഗൻസ് ആണ്, ഒരു ക്രിമിനൽ എക്സ്ട്രാവാഗൻസ് ആണ്. വെറുതെ പണം ദൂർത്തടിക്കുക. രണ്ട്, ഈ സ്ത്രീ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണ്. എന്നാൽ അവിടെ കൂടി വന്ന ആർക്കും ഈ സ്ത്രീയുടെ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ യേശു പറയുന്നത് അവൾ ചെയ്തത് ഒരു നല്ല പ്രവൃത്തിയാണ്. ഇത് ലോകമുള്ളിടത്തോളം കാലം ഈ പ്രവൃത്തി പ്രസംഗിക്കപ്പെടും. അപ്പോൾ ഒരു വീട്ടിൽ കൂടി വന്ന ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയെ യേശു പറയുന്നത് നല്ല പ്രവൃത്തിയാണ്. സോ വാട്ട് ഈസ് നല്ല പ്രവൃത്തി? യേശുക്രിസ്തുവിന്റെ കൂട്ടുകാർ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ അലിഗേഷൻ അവന്റെ കൂട്ടുകാരൊന്നും ശരിയല്ലെന്നുള്ളത്. പാപികൾ, ചുങ്കക്കാർ, വേശ്യമാർ, അങ്ങനെ സമൂഹത്തിൽ ആത്മീയമായി ജീവിക്കുന്നവരൊന്നും അല്ലായിരുന്നു യേശുവിന്റെ കൂട്ടുകാർ. ആ സമൂഹത്തിലെ ഔട്ട്കാസ്റ്റ്, മാർജിനലൈസ്ഡ് ആൻഡ് പീപ്പിൾ വിത്ത് ബാഡ് റെപ്യൂട്ടേഷൻ, അവരൊക്കെയായിരുന്നു യേശുവിന്റെ കൂട്ടുകാർ. അപ്പോൾ ഇത് യേശുക്രിസ്തുവിനെ പലപ്പോഴും വിമർശിച്ചിരുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറയും യേശു പാപികളുടെ കൂട്ടുകാരനാണ്. പക്ഷേ അന്ന് കൂടി വന്നിരുന്നവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്താണ് ഈ നല്ല പ്രവൃത്തി? നമ്മളൊക്കെ പറയാറുണ്ട്, ഞാൻ കുറെ നല്ല പ്രവൃത്തി ചെയ്തു. ആർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നത് നമ്മൾ ചെയ്തത് നല്ല പ്രവൃത്തിയാണ്? So good work, good deed is a complicated term. It is a very disruptive term. It is a complex concept. ഇത് വളരെ സങ്കീർണമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നല്ല പ്രവൃത്തി എന്നത് അത്ര ലളിതമായ ഒന്നല്ല. അത് വളരെ കുഴപ്പം പിടിച്ച ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രവൃത്തി നല്ലതാണെന്ന് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? How do you
make out or how do you figure out what you do is a good deed? നിങ്ങളും ഞാനും ചെയ്യുന്നത് ഒരു നല്ല പ്രവൃത്തിയാണെന്ന് എങ്ങനെയാണ് അറിയുന്നത്? മജോറിറ്റി ആണോ? അങ്ങനെയാണെങ്കിൽ ബറബാസ് ആണ് ശരി. പോപ്പുലർ ആണോ? അങ്ങനെയാണെങ്കിൽ യേശു ചെയ്തത് ഒന്നും അത്ര പോപ്പുലർ അല്ലായിരുന്നു. യേശുവിന് ഒത്തിരി ശത്രുക്കളുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ഒരു മനുഷ്യനെ നല്ലതെന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? ശത്രുക്കളില്ല എന്നതുകൊണ്ട്. ഈ ശത്രുക്കളില്ല എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. കാരണം മരിച്ചു കിടക്കുന്നവനെ ഒരു ശത്രുവുള്ളൂ. ഒരാൾ നല്ലതാണോ അല്ലയോ എന്നറിയുന്നത് ശത്രു ഉണ്ടോ ഇല്ലയോ എന്നല്ല നോക്കിയാൽ. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിനോളം ശത്രുക്കൾ ഉണ്ടായിരുന്നത് വേറെ ആരുണ്ട്? എങ്ങനെയാണ് നല്ല പ്രവൃത്തി എന്താണെന്ന് അറിയാതെ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ നല്ല പ്രവൃത്തികളിലൂടെ സാക്ഷിക്കുന്നത്? ഇവിടെയാണ് എനിക്ക് 2-3 ചെറിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ. ഒന്ന്, ഈ നല്ല പ്രവൃത്തി എന്ന് നാം തീരുമാനിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, whether people like my actions or not, that is not the basis to understand whether what I do, whether what you do is right or wrong. A good work is not gauged on the basis of majority or minority. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും നോക്കിയല്ല ഒരു നല്ല പ്രവൃത്തിയെ വിലയിരുത്തുന്നു. It depends on whether you, doesn't depend on whether you have enemies or not. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ പിന്നെ എന്താ? ഒന്ന്, ഇവിടെ പറയുന്നു നിങ്ങൾ നല്ല പ്രവൃത്തികളിലൂടെ ദൈവത്തെ സാക്ഷിക്കണം. അപ്പോൾ നല്ല പ്രവൃത്തി എന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണം നല്ലതിനെ ഡിഫൈൻ ചെയ്യാനുള്ള, നിർവചിക്കാനുള്ള റഫറൻസ് പോയിന്റ് യേശുവായിരുന്നു. Jesus must be my reference point to define, to determine and to gain what is good. അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്? വളരെ ലളിതമായി പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്റെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. If you are sure, if Jesus were in your shoes, in your position, he would do the same. He would say the same. അങ്ങനെയാണെങ്കിൽ what you are doing is good. നിങ്ങളുടെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ ഈ ചെയ്യുന്നത് തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി നല്ല പ്രവൃത്തി. അല്ലാതെ ഇത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഭൂരിപക്ഷം ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നോ എന്നല്ല. Jesus must be your reference point. Jesus must be our reference point. എന്നാൽ ഇന്ന് നല്ലതും തെറ്റും തീരുമാനിക്കുന്നത് നമ്മുടെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ, അതോ ഒരു പള്ളിയിലെ ഇലക്ഷൻ ഞാൻ ജയിച്ചു എന്നതുകൊണ്ട് ഞാൻ നല്ലതാണ് ചെയ്യുന്നത് എന്നർത്ഥം, അല്ലെങ്കിൽ ഒരു
അങ്ങനെ നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നല്ല പ്രവൃത്തി. അല്ലാതെ ലോകത്തിലുള്ള എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ അത് ചെയ്യത്തില്ലായിരുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി എന്റെ പ്രവൃത്തി ഒരു നല്ല പ്രവൃത്തി. അതുകൊണ്ട് ഒന്ന്, വാട്ട് വുഡ് ജീസസ് ഡു if he were in my shoes? Jesus must be our reference point. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുന്നത്, അതുകൊണ്ട് നല്ല പ്രവൃത്തികളിലൂടെ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. നല്ല പ്രവൃത്തി എന്നറിയാനുള്ള ഒന്നാമത്തെ മാർഗം, എന്റെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ ഞാൻ ചെയ്തത് തന്നെ ചെയ്യുമായിരുന്നു. രണ്ട്, ഒരു പ്രവൃത്തി നല്ലതാണോ മോശമാണോ എന്നറിയുന്നത് ആ പ്രവൃത്തിയുടെ ബെനിഫിഷ്യറിയാണ്. അതാ ആ പ്രവൃത്തിയുടെ ഗുണഭോക്താക്കളായ ഈ ചില സോ കോൾഡ് നല്ല പ്രവൃത്തികളുടെ ഗുണഭോക്താവ് അത് ചെയ്യുന്നയാളാണ്. ഞാനത് വിശദീകരിക്കും. ഇപ്പോ നമ്മളൊരു പള്ളി ഒരു പള്ളിയില് ഒരു വീടൊക്കെ പണിത്, നല്ലൊരു വീടൊക്കെ പണിത് നമ്മള് ഒരു വ്യക്തി അത് സ്പോൺസർ ചെയ്യുന്നു വിചാരിക്കും. ആ വീട് സ്പോൺസർ ചെയ്തു വ്യക്തി പള്ളി ആ വീട് പുകാശ് ചെയ്യാനായിട്ട് നമ്മള് തിരുമേനിയൊക്കെ വിളിച്ചു, നാട്ടുകാരെയൊക്കെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. അപ്പോൾ അന്നത്തെ മീറ്റിംഗിൽ മുഴുവൻ ഈ വീട് സ്പോൺസർ ചെയ്ത ആളുടെ പ്രവൃത്തി ഒരു 10 പ്രാവശ്യം പറയും. അപ്പോൾ ആ പ്രവൃത്തി കൊണ്ട് മൈലേജ് കിട്ടിയത് ആൾക്കാർ. യഥാർത്ഥത്തിൽ ഒരാൾക്ക് നമ്മൾ വീട് പണിത് കൊടുത്ത് വീടിന്റെ കൂതാശ കഴിയുമ്പോൾ അത് സ്പോൺസർ ചെയ്തവന്റെ ഈഗോ കൂടുകയും ആ വീട്ടിൽ താമസിക്കാൻ പോകുന്നവൻ അവൻ നിത്യമായ ആത്മനിന്ദയിലേക്ക് മാറും. അപ്പോൾ അതൊരു നല്ല പ്രവൃത്തിയാണെന്ന് തോന്നാം, പക്ഷേ ഈ നല്ല പ്രവൃത്തിയുടെ ബെനിഫിഷ്യറി ആ സ്പോൺസർ മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല പള്ളി പണിതു, നല്ല അടിപൊളി പള്ളിയൊക്കെ പണിതു, തിരുമേനിയൊക്കെ വിളിച്ച് കൂതാശയൊക്കെ ചെയ്തു. പള്ളി പണിയോട് മിക്കവാറും പ്രയോജനം ഉണ്ടാകുന്ന അവരിക്കുന്ന വികാരിക്കാണ്. കാരണം അടുത്ത പ്രാവശ്യം നല്ല ഡാൻസ് കൊടുക്കും, അച്ഛൻ നല്ല കൺസ്ട്രക്റ്റീവ് ആണ്. കാരണം കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ കൺസ്ട്രക്റ്റീവ് ആണെന്നാണ് പറയാം. അപ്പൊ കൊള്ളാം, അച്ഛൻ നല്ല വിടുക്കാൻ. അപ്പൊ ആ പള്ളി പണി നമ്മുടെ ഗുണമാണ്. So who is benefited from your so-called good deed? You or the people in need? So you have two options when you do a good deed. Either it is intended to impress people in power or to cater to the needs of people in need. അപ്പൊ നിങ്ങൾക്ക് രണ്ട് സാധ്യത. ഒന്ന്, അധികാരികളെ സന്തോഷിപ്പിക്കാം, അല്ലെങ്കിൽ ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് പ്രയോജനപ്പെടുത്തും. ഒരു പ്രവൃത്തിയുടെ ഗുണഭോക്താവ് അത് ചെയ്യുന്നവനാണെങ്കിൽ അതൊരു നല്ല പ്രവൃത്തിയാണ്. If you are the beneficiary of what you do, then it's not a good deed. അധികാരത്തിലിരിക്കുന്നവരെ സന്തോഷിപ്പിക്കാനാണോ ആവശ്യത്തിലിരിക്കുന്നവർക്ക് പ്രയോജനപ്പെടാനാണോ നമ്മൾ ഒരു കാര്യം ചെയ്യും? So people in power, people in need. നമ്മുടെ കർത്താവ് തന്റെ അടുക്കൽ വന്ന ന്യായശാസ്ത്രിയോട് പറയുന്നുണ്ട്, യു ഗോ ആൻഡ് ഡു ലൈക്ക്വൈസ്. നീ അങ്ങനെ തന്നെ പോയി ചെയ്യണം. അത് ആരോടാ പറയുന്നത്? ആരെ കുറിച്ചാണ് പറയുന്നത്? നല്ല ശമരിയക്കാരനെ കുറിച്ചാണ്. നല്ല ശമരിയക്കാരൻ ചെയ്തത് അധികാരികളെ സന്തോഷിപ്പിക്കാനല്ല, ആ റോഡിൽ വീട് കിടക്കുന്നവന് പ്രയോജനം ചെയ്യാൻ. So his action is a good action because he is not the beneficiary of his good deeds. Rather, a person in need, a person on the roadside, a person in danger. അപകടത്തിലിരിക്കുന്നവൻ, ആവശ്യത്തിലിരിക്കുന്നവൻ
അവന് പ്രയോജനപ്പെടുന്ന പ്രവൃത്തിയാണ് നല്ല പ്രവൃത്തി. അല്ലാതെ ഞാനൊരു കാര്യം ചെയ്തിട്ട് എനിക്ക് അതിന്റെ മൈലേജ് എടുക്കാനാണെങ്കിൽ അതൊരു നല്ല പ്രവൃത്തിയല്ല. ഒരിക്കലും ഒരു പള്ളിയിൽ ചെന്നപ്പോ ആ പള്ളിയുടെ മുഴുവൻ ഫാനും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരാളാണ്. കാണുമ്പോൾ നല്ല പ്രവൃത്തിയാണ്. പക്ഷെ കുഴപ്പം അദ്ദേഹത്തിന്റെ പേര് എല്ലാ ഫാനിന്റെയും കീപ്പേര് എഴുതിയിട്ടുണ്ട്. നല്ല പ്രവൃത്തിയാണോ മോശം പ്രവൃത്തി? നമ്മുടെയൊക്കെ പള്ളികളിലെ ഏറ്റവും പ്രശ്നമുള്ള ഒരു വാക്കാണ് ഈ വോട്ട് ഓഫ് താങ്ക്സ്. ഒരു ക്രിസ്മസ് കാരൽ സർവീസിനോ എന്തെങ്കിലും ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യും. ഏതെങ്കിലും ഒരാളുടെ പേര് വിട്ടാൽ മറന്നുപോയാൽ ക്രിസ്മസ് രാത്രി മിക്കവാറും ചവടക്ക് രാത്രി ആ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത്. കാരണം പേര് വിട്ടുപോയി. അപ്പൊ ഈ ചെയ്യുന്നതല്ല എന്തിനാ? അപ്പോൾ നമ്മൾ നല്ലതാണെന്നാണ് ഈ പറയുന്നത്. പക്ഷെ ചെയ്യുന്നത് മുഴുവൻ ചെയ്യുന്ന എനിക്ക് മൈലേജ് കിട്ടാനാണെങ്കിൽ, അതുകൊണ്ട് എന്റെ പേര് വർദ്ധിക്കാനാണെങ്കിൽ അതെങ്ങനെയാണ് നല്ല പ്രവൃത്തിയാണ്? അതുകൊണ്ടാ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത്. ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് ലോകത്തിലാരും അറിയും. ഒരു പ്രവൃത്തി നല്ലതാകുന്നത് ആ പ്രവൃത്തിയുടെ ഗുണഭോക്താവ്, അതിന്റെ ബെനിഫിഷ്യറി ചെയ്യുന്നവനല്ല, അധികാരത്തിലിരിക്കുന്നവനല്ല, ആവശ്യത്തിലിരിക്കുന്നവൻ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിക്കും. ഈ 16-ാം വാക്യം തുടങ്ങുന്നത് തന്നെ ഇൻ ദ സെയിം വേ, അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നമ്മളതിന് 13 മുതലുള്ള വാക്യം വായിച്ചാൽ കാണാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ലോകത്ത്. യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത് ആൻഡ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിന്റെ വെളിച്ചം. അപ്പോ അങ്ങനെ തന്നെ, എങ്ങനെ തന്നെ? ഉപ്പിനെ പോലെയും വെളിച്ചത്തെ പോലെയും. അതാണ്. അത് ഭയങ്കര രസമാണ്. കർത്താവ് വാക്യം തുടങ്ങുന്നതിന് ഇൻ ദ സെയിം വേ. അതെന്താണ് അങ്ങനെ തന്നെ? അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ പറഞ്ഞത് നിങ്ങൾ ഉപ്പാണ്, നിങ്ങൾ വെളിച്ചമാണ്. അപ്പോൾ ഒരു നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഉപ്പും വെളിച്ചവുമാകുക എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഈ നമ്മുടെ ഒക്കെ പ്രവൃത്തികൾ റെസിപ്രോക്കലാണ്, പ്രത്യുപകാരമാണ്. ഈ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിനല്ല നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്, മറിച്ച് സ്പോണ്ടേനിയസ് ആയി. ഉദാഹരണത്തിന് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകും. ഞായറാഴ്ചകളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് മിക്കവാറും, എല്ലാവരുടെയും കാര്യം മിക്കവാറും നമ്മളൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നവരുടെ വീട്ടിൽ. അപ്പൊ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നവരുടെ വീട്ടിൽ പോകും. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് പോകുന്ന പോക്ക് കണ്ടാൽ ദൈവം പോലും എഴുന്നേറ്റ് കൂട്ടഴിക്കും. അത്ര പോക്കാണ്. പക്ഷെ നിങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ യു ആർ ഓൺലി റെസിപ്രോക്കേറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ രോഗിയെ വിസിറ്റ് ചെയ്യും, ഒരങ്കിൾ വയ്യാതെ അങ്കിളിനെ വിസിറ്റ് ചെയ്യും. നിങ്ങൾ അങ്കിളിനെ വിസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആന്റിയെ വിസിറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ആ അങ്കിൾ നിങ്ങളെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരാള് തന്നെ താമസിക്കുന്നു, അവിടുത്തെ അമ്മയ്ക്ക് സുഖമില്ല, കുഞ്ഞുങ്ങൾ തന്നെ ഉള്ളൂ, നിങ്ങൾ ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കും. അതിന്റെ കാരണം പണ്ട് നിങ്ങൾക്ക് ഒരു ആവശ്യം ഉണ്ടായപ്പോൾ അവര് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ. ദിസ് ഈസ് എ റെസിപ്രോസിറ്റി. പ്രത്യുപകാരമല്ല നല്ല പ്രവൃത്തി. അത് ലോകത്തിൽ എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യമാണ്. ഈ ഭൂമിയിലെ കൊള്ളക്കാർ പോലും അവർക്ക് ഉപകാരം ചെയ്താൽ അവർ തിരിച്ചു ഉപകാരം. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ചോദിക്കുന്നത്, നിങ്ങളെ കണ്ട് ചിരിക്കുന്നവരെ ചിരിച്ചാൽ എന്താ പ്രയോജനം? നിങ്ങളെ വന്ദനം ചെയ്യുന്നവരെ നിങ്ങൾ തിരിച്ചു വന്ദനം ചെയ്താൽ എന്താ പ്രയോജനം? നിങ്ങളോട് ഗുഡ് മോർണിംഗ് പറയുന്നവരോട് മാത്രം ഗുഡ് മോർണിംഗ് പറയുന്നെങ്കിൽ വാട്ട് ഈസ് സോ സ്പെഷ്യൽ? കർത്താവ് ദുഷ്ടന്മാര് പോലും അത് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല പ്രവൃത്തി എന്നത് റെസിപ്രോസിറ്റി അല്ല, മറിച്ച് സ്പോണ്ടേനിയസ് ആണ്. അത് വളരെ സ്വാഭാവികമായി വരുന്നു. അപ്പോൾ
നല്ല പ്രവൃത്തി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വളരെ സ്പോണ്ടേനിയസ് ആണ്, മറ്റേത് റെസിപ്രോക്കൽ ആണ്. ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ വളരെ പെട്ടെന്ന് പറയാം. ഒന്ന് ഞാൻ പറഞ്ഞു വേദോസത്തിന്റെ ഉദാഹരണമാണ് നല്ല ശമരിയാക്കാരൻ. യേശുക്രിസ്തു അവന്റെ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന്റെ കാരണം അത് ഇറ്റ് വാസ് നോട്ട് എ ജസ്റ്റ് റെസിപ്രോസിറ്റി, അത് പ്രത്യുപകാരമല്ല, അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അമേരിക്കയിൽ തന്നെ ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തെ തുടർന്ന് ധാരാളം ആളുകൾ അതിന് പൊളിറ്റിക്കലി ട്രിഗേർഡ് ആണ് എന്നൊക്കെ നമുക്ക് പറയുന്നവരുണ്ട്. അത് ശരിയുമാണ്, ഇത് ഞാൻ പറയുന്നു. എങ്കിലും നിങ്ങളുടെ ആരാണ് ജോർജ് ഫ്ലോയിഡ്? ഈ കോവിഡിന്റെ കാലത്ത് കോവിഡിന്റെ ഭീഷണി ഉണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാം. ഇത് അമേരിക്കയിൽ മാത്രമല്ല, ഇംഗ്ലണ്ടില്, ഓസ്ട്രേലിയയില്, ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ. എന്റെ ഒരു സുഹൃത്തുണ്ട് ഓസ്ട്രേലിയയിൽ, സിഡ്നി. ആ അങ്കിള് ഞാനൊരു ദിവസം വാട്സാപ്പിൽ വിളിച്ചപ്പോൾ എന്നോട് വെച്ചാൽ ഞാനൊരു പ്രൊട്ടസ്റ്റിന് പോയിട്ട് വന്നതാണ്. ഞാൻ ചോദിച്ചു എന്താ പറ്റി? അത് നമ്മുടെ ജോർജ് ഫ്ലോയിഡ്. ഞാൻ ചോദിച്ചു അങ്കിളിന്റെ ആരാ ഫ്ലോയിഡ്? നിങ്ങൾ തമ്മിൽ എന്താ പരിചയം? അപ്പൊ പറഞ്ഞു ഞങ്ങളൊക്കെ പരിചയമൊന്നുമില്ല, അയാൾ മനുഷ്യനില്ല. അപ്പോൾ എന്തിനാണ് ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തിൽ നിങ്ങൾ പ്രതിഷേധിക്കുന്നത്? നിങ്ങളുടെ ആരും അല്ലല്ലോ. നമ്മളെ ആരെങ്കിലും ആകണോ എന്തെങ്കിലും ചെയ്യാൻ? അങ്ങനെ നമ്മുടെ ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ നല്ല പ്രവൃത്തി എന്നല്ല പറയുന്നത്. അത് ലോകത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം. But as a Christian, your acts of good deeds, your good works should not be acts of reciprocity. കരിപ്പൂർ വിമാനത്താവളം, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. കരിപ്പൂർ വിമാനത്താവളത്തിൽ അവിടെ ഒരു ട്രാജഡി ഉണ്ടായി, നമ്മുടെ പത്രത്തിലൊക്കെ വായിച്ചതാണ്. ധാരാളം ആളുകളാണ് അന്ന് രാത്രി കരിപ്പൂരെത്തിയത്, കോഴിക്കോട്. അവിടെ കൊല്ലപ്പെട്ടവരോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവരോ ആരാന്ന് പോലും അവർക്ക് അറിയത്തില്ല. അവരവിടെ വന്നത് നല്ല പ്രവൃത്തിയാണ്. കാരണം അതൊരു റെസിപ്രോക്കൽ ജസ്റ്റർ അല്ലായിരുന്നു, അതൊരു സ്പോണ്ടേനിയസ് ജസ്റ്റർ. അപ്പോൾ ഫ്ലോയിഡിന്റെ മരണത്തിൽ പ്രതിഷേധിക്കുന്നത് ഒരു സ്പോണ്ടേനിയസ് ജസ്റ്ററാണ്. അതിനകത്ത് പൊളിറ്റിക്കൽ താല്പര്യങ്ങളുള്ളവർ കാണാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതിൽ പങ്കെടുത്ത എല്ലാവരും പൊളിറ്റിക്കലി ഡ്രിവൺ ആണ്, പൊളിറ്റിക്കലി കമ്പൽഡ് ആണ് എന്ന് നമ്മൾ പറയേണ്ടത്. അല്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തി അല്ലെങ്കിൽ നന്മ പ്രവൃത്തികളെന്ന് നമ്മൾ പറയുന്നത് ഒരു പ്രത്യുപകാരമാണെങ്കിൽ അതൊരു നല്ല പ്രവൃത്തിയാണ്. മറിച്ച് അത് വളരെ സ്പോണ്ടേനിയസ് ആണ്. If it is an act of spontaneity, then it is a good deed. ഞാൻ അവസാനിപ്പിക്കാം, സമയം അതിക്രമിക്കും. ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. You glorify God through doing good works. ഞാൻ കൺവെൻഷൻ തുടങ്ങിയപ്പോൾ ഗാഡ് എന്നൊക്കെ പറയണമെന്ന് വിചാരിച്ച, പക്ഷേ പറ്റിയില്ല കേട്ടോ. അത് ശ്രമിക്കാഞ്ഞിട്ടല്ല, അത് സാധിക്കാതെ പോയതുകൊണ്ട്. So glorify God through doing good works. നല്ല പ്രവർത്തികളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തും. നമുക്ക് ആകെ മഹത്വപ്പെടുത്താൻ അറിയാവുന്നത് സ്തോത്രം, ഹല്ലേലൂയ പറയും. അത് അങ്ങനെ, അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മാർഗമാണ്. അത് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കർത്താവിന് ഇഷ്ടം എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നതിനോടല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യും. അപ്പോൾ നല്ല പ്രവർത്തികളിലൂടെ ദൈവത്തെ മഹത്വം. നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? ആർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് ഒരു പ്രവൃത്തി നല്ലതാകുന്നത്, ആർക്ക് ഇഷ്ടപ്പെടാതിരിക്കുമ്പോഴാണ് ഒരു പ്രവൃത്തി മോശം പ്രവൃത്തിയാകുന്നത്. ഭൂരിപക്ഷം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് ഒരു പ്രവൃത്തി നല്ലതാകുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ശത്രുക്കൾ ആരും ഉണ്ടാകുന്നില്ലെങ്കിൽ അതൊരു നല്ല പ്രവൃത്തിയാകുന്നു. Who decides what is good? എന്താണ് നല്ല പ്രവൃത്തി? നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ലളിതമായ ഒരു വാക്കല്ല നല്ല പ്രവൃത്തി. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ജീസസ് ആസ് അവർ റഫറൻസ് പോയിന്റ്. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ പറയുമ്പോൾ എന്റെ സ്ഥാനത്ത് കർത്താവായിരുന്നെങ്കിൽ ഇത്
തന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി നല്ല പ്രവൃത്തി. രണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അധികാരത്തിലിരിക്കുന്നവരെ സന്തോഷിപ്പിക്കാനാണോ ആവശ്യത്തിലിരിക്കുന്നവർക്ക് പ്രയോജനപ്പെടാൻ? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, if you alone are the beneficiary of what you do, then what you do is not a good thing. ഞാനൊരു കാര്യം ചെയ്യുകയും അതിന്റെ ഗുണം എനിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകുന്നത് എനിക്കാണ്, it cannot be a good thing, because what you did is to impress people in power. എന്നാൽ യേശുക്രിസ്തു നല്ല ശമരിയാക്കാരന്റെ പ്രവൃത്തി കാണിച്ചിട്ട് പറഞ്ഞു, നീയും പോയി അങ്ങനെ ചെയ്യാം. അധികാരത്തിലിരിക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ, എനിക്ക് മൈലേജ് കിട്ടാനോ അല്ല, മറിച്ച് ആവശ്യത്തിലിരിക്കുന്നവരെ. So you are left with two options. You can do a so-called good deed, either to impress people in power or to benefit people who are in need, people who are in dire need. മൂന്നാമത്, നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നല്ലതാണോ മോശമാണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? അത് റെസിപ്രോക്കലാണ്, അത് പ്രത്യുപകാരമാണ്, അതൊരു നല്ല പ്രവൃത്തിയാണ്. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങളെ വന്ദനം ചെയ്യുന്നവരെ തിരിച്ചു വന്ദനം ചെയ്യുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ദുഷ്ടന്മാരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ എന്റെ പ്രവൃത്തി സ്പോണ്ടേനിയസ് ആയി, പ്രത്യുപകാരമായിട്ടല്ല, സ്വാഭാവികമായിരിക്കണം നമ്മുടെ നന്മത്വം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ച് ഞാൻ ധ്യാനം അവസാനം. എങ്ങനെ കർത്താവിനെ മഹത്വം? How can we glorify God? ഈ വേദഭാഗം പറയുന്നു, by doing good works. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കും. In the same way, let your light shine before others, so that they may see your good works and give glory to your Father who is in heaven. കർത്താവ് ഈ വചനങ്ങളാൽ